കുലദേവത എന്നുള്ള സങ്കല്പം അതിനെ കുറിച്ചൊന്ന് എലാബറേറ്റ് ചെയ്യാമോ? കേരളത്തിൽ അല്ലെങ്കിൽ നമ്മളെല്ലാവരും കുലത്തിൽ അല്ലെങ്കിൽ ഓരോ കുലം അനുസരിച്ച് കുലം കൗളം കുല പാരമ്പര്യം കൗളം എന്നുള്ള വാക്ക് കുലത്തിൽ നിന്നുണ്ടായതാണ്. അപ്പം എല്ലാവർക്കും കുലദേവത ഉണ്ടായിരുന്നു. ഇപ്പം കുലദേവത നമുക്ക് തരുന്നൊരു ശക്തി ഞാൻ പറഞ്ഞു വളരെ വലുതാണ്. എനിക്കൊരു കുലദേവത ഉണ്ട് എന്ന് തോന്നുമ്പോൾ അതൊരു വലിയ ആത്മവിശ്വാസമായിരുന്നു മനുഷ്യന്. ഒരു മതത്തെ ഒരു സംസ്കാരത്തെ ഇല്ലാതാക്കാൻ അവരുടെ ദേവതകളെ ഇല്ലാതാക്കുകയാണ് ചെയ്യേണ്ടത്. അമ്പലങ്ങളൊക്കെ തകർത്തതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പറയും ഇവിടുത്തെ സമ്പത്ത് കൊണ്ടുപോകാനായിട്ടാണ് അമ്പലങ്ങൾ തകർത്തത്. അങ്ങനെയാണെങ്കിൽ കൊട്ടാരങ്ങളായിരുന്നു തകർക്കേണ്ടിയിരുന്നത്. അമ്പലം തകർത്തത് സമ്പത്ത് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമല്ല. ഒരു അമ്പലം തകർക്കുന്ന സമയത്ത്, ഒരു ദേവതയെ തകർക്കുന്ന സമയത്ത് കാലക്രമത്തിൽ അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതുകൊണ്ടാണ്. അതിശക്തമായ പാരമ്പര്യം അല്ലെങ്കിൽ ആചരണ പദ്ധതി നമുക്കുണ്ടായിരുന്നു. നമ്മളൊരു കുലത്തെ അല്ലെങ്കിൽ ഒരു ദേവതയെ മുൻനിർത്തി നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. ആർജവം ഉണ്ടായിരുന്നു നമുക്ക്. ആ ദേവത നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ പറയാറുണ്ട്, ഒരു കുലദേവത ആചരണമുള്ളൊരു വീടാണെങ്കിൽ ആ കുലദേവതയായിട്ട് അയാൾ അത്ര അറ്റാച്ച്ഡ് ആയിരിക്കും. അയാൾ നാളെ യുക്തിവാദി സംഘത്തിൻ്റെ പരസ്യം കണ്ടിട്ട് ഡോക്ടർ സി രവിചന്ദ്രൻ്റെ പരിപാടിക്ക് പോയാലും അയാൾ വൈകുന്നേരം 5 മണി വരെ പരിപാടി കേൾക്കും. 5 മണിക്ക് പറയും ഞാൻ വീട്ടിൽ പോകുകയാണെന്ന് പറയും. എന്നാൽ എനിക്ക് കുലദേവതയ്ക്ക് വിളക്കെത്തിക്കേണ്ടതാണ്. കാരണം അത്രയും നേരം കേട്ടത് യുക്തിവാദമാണെങ്കിൽ പോലും അവൻ്റെ ഉള്ളിൽ എൻ്റെ കുലദേവതയെ ഞാനുള്ള ബന്ധം അത്രയും ശക്തമാണ്. അവനവിടെ പോവും, ആ ദേവത അവൻ്റെ കൂടെ ഉണ്ട് എന്ന് തോന്നും. എന്ത് പ്രശ്നം വന്നാലും അവനെ വിളിക്കാൻ ഒരാളുണ്ട്, ആ ദേവത അവൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. കുലദേവതകൾ നഷ്ടപ്പെട്ട സമയത്ത്, കുലങ്ങൾ നഷ്ടപ്പെട്ട സമയത്ത് നമ്മൾക്ക് അനാഥത്വം ഉണ്ടായിപ്പോയി ലോകത്ത്. ഇപ്പോൾ പുതിയ കാലത്ത് ഇത്തരം അറിവുകൾ നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക്, ഒരു ഇൻഡിവിജ്വൽ ആയുള്ള കുലദേവതയെ തിരിച്ചറിയണമെങ്കിൽ എന്താ വഴി? കുലദേവതനെ തിരിച്ചറിയാൻ നമ്മൾ കുലത്തെക്കുറിച്ച് നമ്മളൊരു കഴിഞ്ഞ 5 തലമുറയെക്കുറിച്ച് പഠിച്ചാൽ മതി. അല്ല, അതിൻ്റെയൊക്കെയുള്ള സാധ്യതകൾ ഇല്ലാതെ വന്നാൽ, ഇപ്പോൾ ആ ട്രേസ് ചെയ്യാൻ പറ്റാതെ വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ആശ്രയിക്കും. നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോൾ കുലദേവതയെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ ക്യാമ്പയിനുകൾ നടത്തുകയും ഏതാണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ ആ ക്യാമ്പയിനിൽ വരികയും അതിന് വേണ്ട പഠനങ്ങൾ നടത്തുകയും നമ്മളെ കഴിഞ്ഞ തലമുറയിലേക്ക് ഒരു യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അതിൽ രസം എനിക്ക് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 1500-ലധികം പേർക്ക് അവരെ കുലദേവതയെ കണ്ടുപിടിക്കാൻ പറ്റി. അവരച്ഛൻ വഴിയും അമ്മ വഴിയൊക്കെ അന്വേഷിച്ച് പോയപ്പോൾ അവർ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ പ്രദേശത്ത് പഠിക്കുക, ആ പ്രദേശത്തുള്ള ദേവതാ സ്വഭാവങ്ങളെക്കുറിച്ച് പഠിക്കുക. ഒരർത്ഥത്തിൽ നമ്മുടെ വേരുകളെ തിരിച്ചറിയാം. കാരണം വളരെ രസകരമായിട്ട് നമ്മളെ വേരറ്റുപോയതാണ് നമ്മളെ വിഷയം. ഭാഷാഭൂഷണിയിലാണെന്ന് തോന്നുന്നു പണ്ടൊരു കവിത വായിച്ചത്, മെക്കാളെ കിളച്ചപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ വേരുകളാണ്. മെക്കാളെ കിളച്ചപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ വേരുകളാണ്. എന്നാൽ എന്താ, ഞാൻ അവിടെ ഇംഗ്ലീഷ് വളമിട്ട് ആന്തൂര്യങ്ങൾ വളർത്തി എന്നാണ് ഭാരതമാതാവ് പരിദേവന ചെയ്യാണ്. മെക്കാളയുടെ ഭരണപരിഷ്കാരം കൊണ്ട്, മെക്കാളേൻ്റെ വിദ്യാഭ്യാസ നയം കൊണ്ട് എനിക്കെൻ്റെ വേരുകൾ നഷ്ടമായി. എന്നാൽ എന്താ, ഇംഗ്ലീഷ് വളമിട്ട് ആന്തൂര്യങ്ങൾ വളർത്തി എന്നുള്ള. കാരണം മുമ്പ് നമ്മളെ നാട്ടിൽ പലതരത്തിലുള്ള പുഷ്പങ്ങളുണ്ടായിരുന്നു. ആ പുഷ്പങ്ങൾ പൂജയ്ക്ക് എടുക്കാറുണ്ടായിരുന്നു. അതിന് മനോഹരമായ ഭംഗി ഉണ്ടായിരുന്നു, തേനുണ്ടായിരുന്നു, പൂജയ്ക്ക് എടുക്കാറുണ്ടായിരുന്നു. ആന്തൂര്യം പൂജയ്ക്ക് എടുക്കാറില്ല. ആന്തൂര്യത്തിന് അതുപോലത്തെ ഒരു സ്മെല്ലുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ തരത്തിലുള്ള ഒരു സംസ്കാരം, ആ തരത്തിലേക്കാണ് നമ്മൾ മാറിയത്. അത് വളരെ കൃത്യമായിരുന്നു. കാരണം ഭാരതത്തെ നശിപ്പിക്കാൻ വേണ്ടി പലതരത്തിൽ ശ്രമിച്ചിട്ടും നമുക്കറിയുന്നതാണ്. 1817 മുതൽ 25 വരെ മെക്കാളെ ഭാരതത്തിൽ യാത്ര ചെയ്ത് 826 ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നടത്തിയ പേപ്പറിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നത്, ഐ ഹാവ് ട്രാവൽഡ് അക്രോസ് ദ ലെങ്ത് ആൻഡ് ബ്രീത്ത് ഓഫ് ഇന്ത്യ. ഐ ഹാവ് നോട്ട് സീൻ 1 പേഴ്സൺ ഹു ഇസ് ബഗ്ഗർ ആൻഡ് 1 പേഴ്സൺ ഹു ഇസ് തീഫ്. കള്ളനെയോ ഒരു യാചകനെയോ കാണാൻ സാധിച്ചില്ല. ഐ ഹാവ് സീൻ പീപ്പിൾ ഓഫ് സച്ച് ഹൈ കാലിബർ. ഐ ഹാവ് സീൻ പീപ്പിൾ ഓഫ് സച്ച് ഹൈ മോറൽ വാല്യൂ. ഒരുപാട് ധാർമ്മികത ഉള്ളവരാണ് കാണാൻ സാധിച്ചത്. ഐ ഡു നോട്ട് തിങ്ക് വി നെവർ കോൺക്വർ ദിസ് കൺട്രി അൺലെസ് വി ബ്രേക്ക് ദ വെരി ബാക്ക് ബോൺ ഓഫ് ദിസ് നേഷൻ വിച്ച് ഈസ് ഹർ സ്പിരിച്വൽ ഹെറിറ്റേജ് ആൻഡ് എഡ്യൂക്കേഷണൽ സിസ്റ്റം. ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും ആചാരാനുഷ്ഠാനങ്ങളും തകർത്താൽ മാത്രമേ ഇവിടെ കോളനികൾ ഉണ്ടാക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ എഴുത്ത് പള്ളികൾ നിരോധിച്ചു. നമ്മൾ പഠിച്ചിരുന്ന ക്രമമില്ലാതായി, നമ്മളെ നാട്ടിലെ പദ്ധതികളില്ലാതായി, നമ്മൾ പഠിച്ചിരുന്ന പുസ്തകങ്ങളില്ലാതായി. പകരം മിഷണറി പ്രവർത്തകരെ ഏൽപ്പിച്ചു ഇവിടുത്തെ വിദ്യാഭ്യാസ രീതികൾ. അങ്ങനെ മിഷണറി പ്രവർത്തകരാണ് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടാക്കിയത്, സ്കൂളുകളുണ്ടാക്കിയത്. ആ സ്കൂളിൽ പഠിപ്പിച്ചത് മുഴുവൻ മെക്കാളെ നിശ്ചയിച്ച സിലബസാണ്. ആ സിലബസിൻ്റെ അജണ്ട ഇംഗ്ലീഷ് ഭാഷയാണ് പ്രൗഢമായത്, ബ്രിട്ടീഷ് സംസ്കാരമാണ് ഉദാത്തമായത് എന്ന് ഓരോ ഇന്ത്യക്കാരനും തോന്നണം. തൻ്റെ പൂർവികരെക്കുറിച്ച് പുച്ഛം തോന്നണം. അങ്ങനെ നമ്മളെ പൂർവികരെക്കുറിച്ച് പുച്ഛം തോന്നുന്നതിന് വേണ്ടിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ നടത്തിയത് വിദേശികളാണ്.
ഭൂഗുരുത്വാകർഷണം കണ്ടുപിടിച്ചത് ഐസക് ന്യൂട്ടനാണ് നമ്മളെ പഠിപ്പിച്ചത്. അതിൻ്റെ എത്രയോ കാലം മുന്നേ പതഞ്ജലി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, കണാദൻ പറയുന്നുണ്ട്, നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത് മെഗല്ലനാണ് നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ചു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഭാഗവതത്തിൽ ഭൂഗോള വർണ്ണനം എന്ന് പറയുന്നൊരു ഒരു അധ്യായമുണ്ട്. ഗോളം എന്നുള്ള ഭൂഗോള വർണ്ണനം, ഭൂഗോളാകൃതിയിലാണ് എന്ന് വർണ്ണിക്കുന്ന ഒരു പുസ്തകമുണ്ട് നമുക്ക്. അത് ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ വിദേശിയുടേതാണ് എന്നും നമ്മളെ പൂർവികർ അന്ധവിശ്വാസികളായിരുന്നു, അനാചാരികളായിരുന്നു, ഇവിടെ പാമ്പാട്ടികളെ നാടായിരുന്നു ഇവിടെ എന്നൊക്കെ നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ചു. നമ്മളെ നാട്ടിൽ സതി ഉണ്ടായിരുന്നു, നമ്മളെ നാട്ടിൽ ഇവിടെ ജാതി, കേരളത്തിലെ ജാതി കണ്ടിട്ട് വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് പറഞ്ഞു എന്നാണ്. നമ്മൾ മിനിമം ആലോചിക്കേണ്ട ഒരു സാധനം, ഈ വിവേകാനന്ദൻ കേരളത്തിലേക്ക് വരുന്നത് ബംഗാളിൽ നിന്നാണ്. അദ്ദേഹം കൽക്കട്ടയിലും ബംഗാളിലൊക്കെ ഉണ്ടായിരുന്നത്. അവിടെ ഇതിൻ്റെ 10 ഇരട്ടി ജാതി അന്നും ഇന്നും ഉണ്ട്. അവിടുന്ന് അദ്ദേഹം ഇവിടെ വന്ന് ഇവിടുത്തെ ജാതി കണ്ട് ഇവിടുത്തെ ഭ്രാന്താലയം എന്ന് പറയാൻ അയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? വിവേകാനന്ദ ജാതി കണ്ടിട്ടല്ല ഭ്രാന്താലയം എന്ന് പറഞ്ഞത്. ഇവിടെ ഇന്ന് തീണ്ടാപ്പാട് അകലെ നിൽക്കേണ്ട ഒരാൾ, അയാൾ ജാതി വ്യത്യാസം കൊണ്ട് ദൂരെ നിൽക്കേണ്ട ഒരാൾ, അയാൾ പോയി മതം മാറി വന്നാൽ അയാൾക്ക് ഇയാളെ കൂടെ കസാലിട്ടിരിക്കാം. ഈ തോന്നിവാസം, മതം മാറിയാൽ ആൾക്കാരുടെ അയിത്തവും ഇതൊക്കെ അല്ലാതാവുന്നതും ഇത്തരത്തിലുള്ള ഓരോ കോപ്രായങ്ങൾ കണ്ടിട്ടാണ് ഈ നാടിനെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. അല്ലാണ്ട് ജാതി കണ്ടിട്ട് ഭ്രാന്താലയം എന്ന് വിളിക്കണം, ഇന്ത്യനെ മൊത്തം ഭ്രാന്താലയം എന്ന് വിളിക്കണം. ഇന്നും പല നാടുകളിലും ഇതിനേക്കാൾ വലിയ ജാതീയതയുണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ള മതം മാറ്റം, പ്രത്യേകിച്ച് സെമിറ്റിക് മതങ്ങളിലേക്ക് മനുഷ്യൻ്റെ വ്യാപകമായ മാറ്റം കണ്ടിട്ടാണ് വിവേകാനന്ദൻ ഇവിടെ അതിനെക്കുറിച്ച് പറഞ്ഞത്. പക്ഷെ നമ്മൾ സോഷ്യൽ സയൻസിൽ അങ്ങനെ, അല്ലെങ്കിൽ ചരിത്രത്തിൽ അങ്ങനെയല്ല നമ്മൾ പഠിച്ച്, ജാതി കണ്ടിട്ട് പഠിച്ചു എന്നാണ്. ഇതുപോലെ ധാരാളം തെറ്റിദ്ധാരണാജനകമായ ഒരുപാട് പഠനങ്ങൾ, നമ്മളെ രാജാക്കന്മാരെ കുറിച്ചുള്ള പഠനം എവിടെയുള്ളത്? നമ്മൾ പഠിച്ചത് ഔറംഗസീബിനെ കുറിച്ചല്ലേ പഠിച്ചത്, അക്ബറിനെ കുറിച്ചല്ലേ നമ്മൾ പഠിച്ചത്, മഹാനായ അലക്സാണ്ടറിനെ കുറിച്ചല്ലേ നമ്മൾ പഠിച്ചത്, ഹിറ്റ്ലറിനെ കുറിച്ചല്ലേ നമ്മൾ. എവിടെ നമ്മളെ നാട്ടിലെ ഏതെങ്കിലും ഒരു മഹത്തായ ഒരു ലെജൻഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല. ഇന്നും ധാരാളം തോറ്റം പാട്ടുകളിലൊക്കെ പാടി നടക്കുന്ന വീരന്മായ ഒരുപാട് ആൾക്കാർ നമുക്കുണ്ട്. അവിടെയൊക്കെ പലപ്പോഴും ചെറിയ ക്ലാസ്സിലൊക്കെ വീരപഴശ്ശിനെയും അതുപോലെ ഝാൻസി റാണിനെയും ഒക്കെ എവിടേക്കോ ചെറിയ ക്ലാസ്സിൽ 1-2 അധ്യായത്തിൽ പറഞ്ഞു പോകുന്നുണ്ട് എന്നല്ലാതെ അഭിമാനം ഉണ്ടാക്കുന്ന തരത്തിൽ ഇതുപോലെ 100 കണക്കിന് ലെജൻസും ഒക്കെ ഉണ്ട്, 100 കണക്കിന് വീരന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊന്നും പാഠപുസ്തകത്തിൽ കാണാനില്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ അന്നത്തെ സിലബസ് പൂർണ്ണമായും ഉടച്ചു വാർക്കേണ്ട കാലം കഴിഞ്ഞു. ഇന്നും ബ്രിട്ടീഷുകാരനെ ക്ലർക്കിനുണ്ടാക്കാനും വേണ്ടി മെക്കാളെ ഉണ്ടാക്കിയ പുസ്തകങ്ങളാണ് സ്കൂളുകൾ പഠിപ്പിക്കുന്നത്. അപ്പം അതിനൊരു മാറ്റം എന്നുള്ള നിലയ്ക്കാണ് പുതിയ വിദ്യാഭ്യാസ സംസ്കാരത്തിൽ അതിൽ വലിയൊരു മാറ്റം കാണുന്നുണ്ട്. നമ്മളുടെ പൂർവികരുടെ അഭിമാനത്തെ, അല്ലെങ്കിൽ അവരുടെ എന്ത് മഹത്തരമായ കണാദനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെ നാട്ടിൽ എത്ര ലെജൻസ് ഉണ്ടായിരുന്നു, എത്രയോ പേര്, നമ്മൾ പറഞ്ഞാലൊതുങ്ങാത്ത അത്രയും പണ്ഡിതന്മാരുടെ ലെജൻസിൻ്റെ നാടാണ് ഇവിടെ. അതൊന്നും നമ്മൾ പഠിച്ചില്ല. കണാദൻ്റെ കണികാ സിദ്ധാന്തത്തെക്കുറിച്ചൊന്നും എവിടെയാണ് കാണുന്നത് നമ്മൾ? എത്ര കാലം മുതലാണ് കണികകളെക്കുറിച്ചൊക്കെ ഇവിടെ ഋഷിമാർ പറഞ്ഞു വെച്ചിരുന്നത്? എത്ര നോളജുകൾ! അതല്ലേ ഇനി പഠിപ്പിക്കേണ്ടത്? ആ രീതിയിലേക്ക് പുതിയ വിദ്യാഭ്യാസ സംസ്കാരം മാറുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഒരുപാട് അഭിമാനവും സന്തോഷമുണ്ട്.